മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ ശൈലജയെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം മുമ്പേ ശക്തമാണ്. കെ ശൈലജയ്ക്ക് ലഭിച്ച ആഗോള പുരസ്കാരം സ്വീകരിക്കരുതെന്ന് വാശി പിടിച്ചതും പിണറായി തന്നെ. പിണറായിയുമായും നേതൃത്വവുമായും അകൽച്ചയിലാണ് മുന്നണി കൺവീനർ പി ജയരാജനും. പിണറായിയെ പരസ്യമായി എതിർക്കുന്നില്ലെങ്കിലും ഭരണത്തിൽ മാറ്റം വേണമെന്ന ചിന്തയും സമ്മർദ്ദവും വി ഗോവിന്ദനുമുണ്ട്. പി ജയരാജൻ, വി ഗോവിന്ദൻ, കെ ശൈലജ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ സമാന ചിന്താഗതിക്കാരാണെന്ന തോന്നൽ ഇപ്പോൾ അണികളിലുണ്ട്. യുവ നേതൃത്വം പി ജയരാജനെ അനുകൂലിക്കുന്നുണ്ട്. എന്തായാലും ശൈലജയെ പാർട്ടി തഴയുന്നതായി തോന്നലുള്ളവർക്ക് വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് പി ജയരാജൻ ഈ അടുത്തിടെ പറഞ്ഞ വാക്കുകൾ. അതായത് ഇപ്പോൾ പി ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാനുള്ള സമ്മർദ്ദമാണ്. ഈ സമ്മർദ്ദം കണ്ണൂരിലെ CPM നേതാക്കൾ CPM കേന്ദ്ര കമ്മിറ്റിയിലും PBയിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിക്കാൻ പിണറായി ശ്രമിച്ചതിലുള്ള കലിപ്പ് തീർക്കുകയാണ് സത്യത്തിൽ PJ ആർമിയുടെ ചുമതല. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ. പി ജയരാജൻ, വി ഗോവിന്ദൻ, G സുധാകരൻ, തോമസ് ഐസക്, കെ ശൈലജ തുടങ്ങിയ നേതാക്കൾ പിണറായിക്കെതിരെ അതിശക്തമായിട്ടാണ് ഇപ്പോൾ രംഗത്തുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാവിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ നടത്തിയ പരാമർശത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തവുമാണ്. ശൈലജയെ പരാജയപ്പെടുത്തിയത് CPM ആണെന്ന് പച്ചയ്ക്ക് പറയുകയാണ് സത്യത്തിൽ പി ജയരാജനാണെന്ന് ചെയ്തത്. മുഖ്യമന്ത്രി പദത്തിന് ശൈലജയ്ക്ക് ലഭിക്കാൻ കഴിയുന്ന അവസരം നഷ്ടപ്പെടുത്തിയെന്ന പരിഭവമായും ജയരാജന്റെ വാക്കുകൾ കാണാം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ശൈലജയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചർച്ച നടന്നതും. പിണറായിയുടെ തട്ടകമായ കണ്ണൂരിൽ നിന്ന് മുതിർന്ന നേതാവ് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഈ പ്രസ്താവന നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. അതായത് ശൈലജയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പി ജയരാജൻ നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക, പാർട്ടിയെ അതിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ഒരു തീരുമാനം PJ ആർമി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് അവർ വെച്ചിരിക്കുന്ന അജണ്ട. അതിലേക്ക് വരാൻ വേണ്ടിയാണ് ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ശൈലജയോടുള്ള ഈ നീരസം പണ്ടേ തുടങ്ങിയതാണ്. അതായത് ശൈലജയ്ക്ക് പിണറായിക്ക് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയതോടെ തന്നെ ശൈലജയുടെ ചീട്ട് പിണറായി കീറി എന്നർത്ഥം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. തന്റെ കാലശേഷം, അതായത് തന്റെ മരണശേഷമോ ഇനി അതില്ല, അതിനു മുൻപ് താൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ആ മുഖ്യമന്ത്രി കസേര എന്നേക്കുമായി മരുമകനായ മുഹമ്മദ് റിയാസിന്, അതായത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് കൈമാറ്റം ചെയ്യപ്പെടണം. അവിടെ അദ്ദേഹത്തെ അവരോധിക്കപ്പെടണം. അതിന് ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. അത് മുന്നിൽ കണ്ടുള്ള പ്രവൃത്തികളാണ് കുറച്ചു നാളുകളായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം അതിൽ ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. ലോക്സഭയിൽ മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ കെ രാധാകൃഷ്ണന് താല്പര്യമൊന്നുമില്ലായിരുന്നു. നിലവിൽ നേതൃമാറ്റം എന്ന ആവശ്യമൊന്നും പാർട്ടിയിൽ ഉയർന്നിട്ടില്ല. കെ ശൈലജ മുഖ്യമന്ത്രിയായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രചാരണത്തെ വീണ്ടും സജീവമാക്കുന്നതായിരുന്നു പി ജയരാജന്റെ ഈ വാക്കുകൾ. ശൈലജ മുഖ്യമന്ത്രിയായാൽ 2026 CPMന് ദയനീയ തോൽവി സംഭവിക്കില്ലെന്ന് കരുതുന്നവരാണ് ഇപ്പോൾ CPMൽ ഭൂരിപക്ഷം പേരും. പിണറായിയാണ് ഭരിക്കുന്നതെങ്കിൽ CPMന്റെ കാര്യം ദയനീയമാവുമെന്നാണ് CPM നേതാക്കൾ പോലും പറയുന്നത്. CPM പ്രവർത്തകർ തന്നെ കെ ശൈലജയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. ശൈലജയ്ക്കെതിരെ വ്യാജ പേരുകളിലാണ് പോസ്റ്റ് ഇട്ടത്. ശൈലജ പാർട്ടിക്ക് മുകളിൽ പറക്കുന്നു എന്ന അഭിപ്രായമുള്ളവരായിരുന്നു ഇതിനു പിന്നിൽ. ശൈലജയുടെ പബ്ലിക് റിലേഷൻസ് നോക്കിയത് പാർട്ടിക്ക് പുറത്തുള്ളവരാണ്. അതായത് ശൈലജയ്ക്കും തോമസ് ഐസക്കിനും പാർട്ടിയിൽ അത്ര വിശ്വാസം പോരാ എന്നർത്ഥം. ഇക്കാര്യം പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ സൗകര്യപൂർവ്വം മാറി നിന്നതും. പിണറായിയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഐസക്കിനെയും ശൈലജയെയും താല്പര്യമുണ്ടാകാൻ സാധ്യതയേയില്ല. ഇരുവരും പിണറായി പറയുന്നത് അനുസരിക്കാറില്ല തന്നെ. ശൈലജയ്ക്കും ഐസക്കിനും തങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിലൊരു അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയതാണ്. എന്നാൽ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാൻ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ അവർക്ക് കഴിയുമായിരുന്നില്ല. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരത്തിനെത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ശൈലജയ്ക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് നിന്നും വന്ന ഷാഫി അതിനേക്കാൾ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറവും പോയി. അതാണ് ഉണ്ടായത്. പാലക്കാട് നിന്നും വന്ന ഷാഫിക്ക് തന്നെ പോലൊരാളെ നേരിടാൻ കഴിയുകയില്ല എന്നായിരുന്നു ശൈലജയുടെ കരുതിയിരുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായമുള്ള മണ്ഡലത്തിൽ ഷാഫി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഒരു അശ്വമേധം തന്നെയായിരുന്നു. ഗൾഫിൽ വരെ പോയി വടകരയിലെ വോട്ടർമാരെ കണ്ട് ഷാഫി വോട്ട് പിടിച്ചു എന്നുള്ളതാണ്.
ശൈലജ കോവിഡ് നിപ്പ ഇമേജുമൊക്കെയായി ഇറങ്ങിയെങ്കിലും സ്വന്തം പ്രവർത്തകർ തന്നെ അവരെ തള്ളിപ്പറഞ്ഞത് വലിയ തിരിച്ചടിയായി. കോവിഡ് കാലഘട്ടത്തിൽ ശൈലജ നടത്തിയതായി പറയപ്പെടുന്ന അഴിമതിയുടെ വിശദാംശങ്ങളെല്ലാം സമൂഹ മാധ്യമത്തിലെ പോസ്റ്ററുകളായും പത്രപരസ്യങ്ങളുമായും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു. ഇത് പിണറായി ഭക്തരുടെ നേതൃത്വത്തിലാണെന്ന ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. ഒടുവിൽ തോൽവി സമ്മതിക്കേണ്ട അവസ്ഥയിലെത്തി ശൈലജ. ഈ സംശയം ശൈലജയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നതാനും. കണ്ണൂരിൽ ശൈലജയെ നിർത്താതെ വടകരയിൽ അവരെ നിർത്തിയത് പിണറായിയുടെ കൃത്യം ലക്ഷ്യമായിരുന്നു. പലസ്തീൻ ജനതയെ അനുകൂലിച്ചും ശൈലജ ടീച്ചറെ എതിർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് അധിക നാളമൊന്നും ആയിട്ടില്ല. ശൈലജ ടീച്ചർക്ക് പണി കൊടുക്കാൻ പിണറായി തയ്യാറെടുത്തിരുന്നു. ഹമാസ് ഭീകരർ എന്ന് എഴുന്നള്ളിച്ച ടീച്ചർ CPMന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി സംസാരിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് CPM ഉന്നയിച്ചത്. ശൈലജയ്ക്ക് പണി കൊടുക്കാൻ കാത്തിരുന്ന പിണറായിക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന അവസരമാണ് ശൈലജയ്ക്കെതിരെ ഉപയോഗിച്ചത്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാടാണ് അവർക്ക് ഇസ്രയേൽ വിഷയത്തിലുള്ളത്. ഹമാസ് ഭീകരർ പരാമർശത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ചോദ്യത്തിന് മറുപടിയായാണ്. പരാമർശത്തിൽ KK ശൈലജ ടീച്ചറിനോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. നേരത്തെ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തെക്കുറിച്ചുള്ള KK ശൈലജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഉത്തരമായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചതും. എന്തു തന്നെയായാലും ഇതിനെല്ലാം പിന്നിൽ മുസ്ലിം വിഭാഗത്തെ ചേർത്ത് നിർത്തുക, അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിടുക എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. 2026 പിണറായി ലക്ഷ്യമിടുന്നതും മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം തന്നെയാണ്. ഇതിനായി ലീഗിനെ മുന്നണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പിണറായി സജീവമാക്കിയെങ്കിലും നടന്നില്ല. കുഞ്ഞാലിക്കുട്ടിയെ ഉപയോഗിച്ചാണ് ലീഗിൽ പിണറായി ചരടുവലികൾ നടത്തുന്നത്. റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ അത് മാത്രമാണോ ഏക പോംവഴിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. CPIയെ രണ്ടാം ഘടകകക്ഷി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും ഇതുവഴി കഴിയും. ഇത്തരം സ്വപ്നങ്ങളെല്ലാം നഷ്ടമായതിൽ പിണറായി തീർത്തും ദുഃഖിതനുമാണ്. പിണറായിക്കെതിരെയുള്ള നീക്കങ്ങൾ CPMൽ സജീവമാകുമ്പോൾ MV ഗോവിന്ദൻ അതിന് നിശബ്ദ പിന്തുണയും നൽകുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയാവാൻ തൽക്കാലം അവസരം ലഭിക്കില്ലെന്ന് ഗോവിന്ദന് നന്നായിട്ടറിയാം. അപ്പോൾ പിണറായിയെ തൽക്കാലം താഴെ ഇറക്കി തന്റെ സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കാൻ ഗോവിന്ദൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിണറായിയെ പ്രീണിപ്പിച്ചിട്ട് ഇനി കാര്യമില്ലെന്ന് MV ഗോവിന്ദനും മനസ്സിലായി കഴിഞ്ഞു. പിണറായിക്ക് എതിരെയാണ് സീനിയർ നേതാക്കളെല്ലാം നിലകൊള്ളുന്നത്. എത്രയും വേഗം പിണറായിയെ താഴെ ഇറക്കാനാണ് ഇപ്പോൾ CPMന്റെ തീരുമാനം. ഇതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ സീതാറാം യെച്ചൂരിയുമാണ്. പിണറായി ഇല്ലാതെയായാൽ തനിക്ക് ഭീഷണിയില്ലെന്ന് യെച്ചൂരിക്കും അറിയാം. എത്രയും വേഗം കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് ശ്രമം. യെച്ചൂരിയുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ P ജയരാജന്റെ ശ്രമങ്ങൾ വിജയത്തിലെത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതായത് 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി KK ശൈലജ തന്നെയാകുമെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് ഇതിൽ നിന്നും.